ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആയിരുന്നു. ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ രണ്ട് പ്രോബ്ലം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ബൈബാക്ക് അറ്റ് ഓഫ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രീ റിസർവ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈബാക്ക് ഓഫ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. അതായത് ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതായത് 100 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 150 രൂപ കൊടുത്തിട്ടാണ് അത് വാങ്ങിക്കുന്നത്. നമ്മൾ അതിനുള്ള എമൗണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മളവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ റിസർവിന് നമ്മൾ ഫണ്ട് എടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് മേ ബി തല തിരിയാൻ സാധ്യതയുണ്ട്. കുറച്ച് ടഫായുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും, പക്ഷേ പ്രോബ്ലം വളരെ ഈസി ആയിരിക്കും. പ്രോബ്ലം നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെയായിരിക്കും വരുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് പേടിക്കും. ഓക്കെ, എനിവേ, ഓക്കെ, ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. എ എന്ന് പറഞ്ഞ കമ്പനി, എയുടെ കമ്പനിയുടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ, ഇക്വിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. എന്ത് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷം. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 2,20,000 ഉണ്ട്. ജനറൽ റിസർവിൽ 1 lakh ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 70,000. കറൻറ്റ് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് 60,000. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി 14,50,000. ഓക്കെ, അസറ്റ്സ് നോൺ കറൻറ്റ് അസറ്റ്സ് സൺട്രി അസറ്റ്സ് 14,50,000. ടോട്ടൽ അസറ്റ് 14,50,000. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ് ഇവിടേക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഫസ്റ്റ് 1/1/2021 the company bought back 25,000 equity shares at ₹20 each. The company issued 2,008% preference shares of 100 each for the purpose of buyback. ഓക്കെ, അതായത് കമ്പനി ബൈബാക്ക് ചെയ്യാണ് 25,000 ഇക്വിറ്റി ഷെയർസ് 20 രൂപയ്ക്ക്. ബൈബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ്. കാരണം ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. അതിവിടെ എത്തുമ്പോൾ 20 ആയിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. 10 രൂപ എക്സ്ട്രാ. പ്രീമിയം എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 രൂപ. ഓക്കെ, നോമിനൽ വാല്യൂ 10 രൂപ, ബൈബാക്ക് പ്രീമിയം എമൗണ്ട് 10, ടോട്ടൽ 20 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 2,000 പ്രിഫറൻസ് ഷെയർസ് ആണ്. 2,000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയുടെ. അപ്പോൾ നമുക്ക് 2 ലക്ഷമേ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഏതെങ്കിലും ഫ്രീ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനറൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഫോർ ദി പർപ്പസ് ഓഫ് എന്ത്? ബൈബാക്ക്. അപ്പോൾ നമുക്ക് നോക്കാം നോമിനൽ വാല്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതോടുകൂടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട വിധം ഒന്ന് നോക്കാം. ഓക്കെ, നോമിനൽ വാല്യൂ റിക്വയർഡ് ഫോർ ബൈബാക്ക്. ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എത്ര രൂപ നോമിനൽ വാല്യൂ ആണ്? അതായത് 25,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ നോമിനൽ വാല്യൂ റിക്വയർഡ് ഫോർ ബൈബാക്ക് എന്ന് പറയുമ്പോൾ 25,000 × 10 2,50,000. മനസ്സിലായോ? 2,50,000 രൂപയാണ് നോമിനൽ വാല്യൂ. ഇൻക്ലൂഡിങ് പ്രീമിയം ആകുമ്പോഴോ 25,000 × 20 5 ലക്ഷം. അതായത് 10 രൂപയായിരുന്നു പ്രീമിയം, അപ്പോൾ അത് 20 ആയി. അപ്പോൾ ഇൻക്ലൂഡിങ് പ്രീമിയം ആകുമ്പോൾ 5 ലക്ഷം വേണം. മനസ്സിലായോ? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രീ റിസർവിൽ നിന്ന് എത്ര എമൗണ്ടാണ് എടുക്കേണ്ടത് എന്നാണ്. ഫ്രീ റിസർവിൽ നിന്ന് എത്ര എമൗണ്ടാണ് എടുക്കേണ്ടത്? അതായത് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2,000 പ്രിഫറൻസ് ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 2,000 × 100 2 ലക്ഷം. അപ്പോൾ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണ്. അപ്പോൾ 50,000 ഇനി നമുക്ക് ഇവിടെ വേണം. 2 ലക്ഷം രൂപയെ എന്ത് ചെയ്താൽ കിട്ടുള്ളൂ? ഇഷ്യൂ ചെയ്താൽ കിട്ടുള്ളൂ. ബാക്കി 50,000 ഇനിയും നമുക്ക് വേണം. ആ എമൗണ്ടാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ഫ്രീ റിസർവിൽ നിന്ന് എടുക്കുന്നത്. എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നോമിനൽ വാല്യൂ എന്ന് പറയുമ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിന് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണ്.
അതായത് 25,000 ഇക്വിറ്റി ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യുന്നത്. 10 രൂപയാണ് ഒന്നിൻ്റെ പ്രൈസ്. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 2,50,000 നമുക്ക് കിട്ടും. ഇവരിവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസ് 2,000 പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ 2,000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? 2 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. 2,50,000 ആണല്ലോ നോമിനൽ വാല്യൂ റിക്വയർഡ് ഫോർ ബൈ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 50,000 ഉണ്ടല്ലോ, ഈ 50,000 ആണ് നമ്മൾ ഫ്രീ റിസർവ് നിന്ന് എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഉണ്ടാകും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? 2,000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ 2,000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്ക് 2 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ഓക്കെ, 2,000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്ക് 2 ലക്ഷം നമുക്ക് കിട്ടി. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എത്ര എമൗണ്ട് നമ്മൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എത്ര രൂപയ്ക്കാണോ അതെന്ത് ചെയ്യുന്നത്? ബൈ ബാക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ പ്രീമിയത്തിലാണ് ബൈ ബാക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് മനസ്സിലായതാ? 2,500 ഇക്വിറ്റി ഷെയർസ് അറ്റ് 20 ഈച്ച് ബോട്ട് ബാക്ക് 25,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് 20 ഈച്ച്. ഇവിടെ 10 രൂപയല്ല, ഇവിടെ 20 ആയില്ലേ. അപ്പോൾ അത് എന്താണ്? പ്രീമിയത്തിനാണ്. നമുക്ക് മനസ്സിലാവുന്നില്ലേ അത്? അപ്പോൾ എന്ത്? 25,000 ഇൻറ്റു 20 ഈക്വൽ ടു 5 ലക്ഷം. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബൈ ബാക്ക്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ആ ക്യാഷ് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് ആ ക്യാഷ് കൊടുത്തു. 25,000 ഇക്വിറ്റി ഷെയർസ് 20 രൂപ വെച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് അക്കൗണ്ട് ആഫ്റ്റർ ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവാർഡ്സ് 25,000 ഷെയർസ് 20 ഓൺ പ്രീമിയം. ഓക്കെ, അതായത് 25,000 പ്രിഫറൻസ് ഷെയർസ് 20 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബാക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തു. 25,000 പ്രിഫറൻസ് ഷെയർസ് 20 രൂപയ്ക്ക് പ്രീമിയത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അത് പേ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിത് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇതെങ്ങനെ? ഇത് പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ വന്നത്. അപ്പോൾ ഈ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം പേബിൾ ഓൺ ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ജേർണൽ എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേബിൾ ഓൺ ബൈ ബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക്. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 25,000 ഇക്വിറ്റി ഷെയർസാണ്. 25,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക്. അപ്പോൾ 2,50,000. പ്രീമിയം പേബിൾ ഓൺ ബൈ ബാക്ക് എന്ന് പറയുമ്പോൾ 10 രൂപയല്ലേ ഇവിടെ പ്രീമിയം എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് 20 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്? അത് ബൈ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 അല്ലേ ഇവിടെ എക്സ്ട്രാ വന്നത്. ആ 10 പ്രീമിയം എമൗണ്ട് ആയിട്ടുള്ളത്. അതാണ് പ്രീമിയം പേബിൾ ഓൺ ബൈ ബാക്ക് അക്കൗണ്ട്. 25,000 ഇൻറ്റു 10 2,50,000 ടു ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് 5 ലക്ഷം. ക്യാൻസലേഷൻ ഓഫ് ബൈ ബാക്ക് ഷെയർസ് അറ്റ് പ്രീമിയം. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രീമിയം പേബിൾ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ CRR അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ CRR അക്കൗണ്ടിലോട്ട് നമ്മൾ എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അതായത് ഇവിടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ എങ്ങനെയാണ്? 25,000 ഷെയർസാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ബൈ ബാക്ക് ചെയ്യുന്നത് 10 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2,50,000. അപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഈ 50,000 ആണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ഫണ്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആ ഫണ്ടിൽ നിന്നുള്ള എടുക്കുന്ന എമൗണ്ട് ആയിരിക്കണം നമ്മൾ CRR അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി വരുന്ന 50,000 രൂപയാണ് നമ്മൾ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ആ എമൗണ്ട് നമ്മൾ എടുക്കുന്നത്
നമുക്കിവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 2,20,000 ഉണ്ട്, ജനറൽ റിസർവിൽ 1,00,000 ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 70,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം പ്രീമിയം എമൗണ്ട് 25,000 പോകാൻ 2,50,000 പോകാനുണ്ട്. സോ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ജനറൽ റിസർവ് നിന്ന് എടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം എമൗണ്ട് കൊടുക്കാനുണ്ടല്ലോ. അങ്ങനെ പ്രീമിയം എമൗണ്ട് കൊടുക്കാനുണ്ടാകുമ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കരുത്, കാരണം പ്രീമിയം എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് അഡീഷണലായിട്ട് കുറേ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. സോ നമുക്ക് എന്തെന്ന് എടുക്കാം, ജനറൽ റിസർവ് നിന്ന് എടുക്കാം. ഇതിലെ ഒരു റൂളാണ് കേട്ടോ ആ കാര്യം, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ മേ ബി മുന്നത്തെ വീഡിയോസിൽ പറയാൻ മറന്നു പോയതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ റിസർവ് നിന്ന് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട് 50,000 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നോമിനൽ വാല്യൂ ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് വന്നിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 2,20,000 ഉള്ളൂ. സോ നമ്മൾ ബാക്കി എടുക്കുന്നത് ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ ഇവിടെ 1 lakh ആണുള്ളത്. നമ്മൾ 50,000 രൂപ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 50,000 ഉണ്ട്. സോ നമുക്ക് 30,000 മതി. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. അപ്പോൾ 2,20,000, 30,000, 2,50,000 അതാണ് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മേ ബി essay ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം ഇതിലെന്താ ഫ്രീ റിസർവ് എന്നും എടുക്കുന്നുണ്ട്, ഫ്രഷ് ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ഷെയർസും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം, അതിനുശേഷം സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം, എന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം, എന്നിട്ട് CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം പേബിൾ ഓൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ അത് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതെല്ലാം ഒരു ഫ്ലോ ആണ്, അതാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് പറയും നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ പറയുന്നത് ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. അതായത് ബൈബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. പ്രീമിയത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ലോസ് വരും, ഡിസ്കൗണ്ടിലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഡിസ്കൗണ്ടിൽ വളരെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ, എന്നാലും നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻ വരും, റെയറായിട്ടേ ചെയ്യത്തുള്ളൂ ഡിസ്കൗണ്ടിൽ. ഓക്കെ, അധികവും പ്രീമിയത്തിലൊക്കെ തന്നെ ആയിരിക്കും. എക്സാമിന് ക്വസ്റ്റ്യൻ ഏത് വിധത്തിലും വരാം കേട്ടോ, അത് റെയറൊന്നും ആകത്തില്ല, അത് മേ ബി ഡിസ്കൗണ്ടിൽ മാത്രമായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ. ബൈബാക്കിൽ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണ്, 100 രൂപയുടെ ഷെയർസ് 80 രൂപയ്ക്കാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ആ 80 രൂപ നമ്മൾ കണ്ടെത്തുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഫ്രീ റിസർവ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്. 2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് അവരെന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. 10 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓഫ് വിച്ച് 40,000 ഷെയർസ് വെർ ബോട്ട് ബാക്ക് അറ്റ് ₹9. അതിൽ 40,000 ഇക്വിറ്റി ഷെയർസ് അവരെന്ത് ചെയ്യാണ്, ബൈബാക്ക് ചെയ്യാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 രൂപയാണ്. 10 രൂപയ്ക്ക് അവർ കൊടുത്ത സാധനം അവർ വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ്, 9 രൂപയ്ക്കാണ്. ദ കമ്പനി ഇഷ്യൂഡ് 2,006% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ₹10 ഈച്ച് അറ്റ് ₹110 രൂപയാണ് തോന്നുന്നു, 110. ആൻഡ് ദ കമ്പനി ഹാഡ് ₹1 lakh ഇൻ ദി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓൺ 1,20,000 ഇൻ ജനറൽ റിസർവ്. അതായത് 2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് 10 രൂപയുടേത് അവർ ഇഷ്യൂ ചെയ്തു. 40,000 അവരെന്ത് ചെയ്യാണ്, ബൈബാക്ക് ചെയ്യാണ് 9 രൂപയ്ക്ക്. അതിനുവേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 2,000 പ്രിഫറൻസ് ഷെയർസ്, 100 രൂപയുടെ 2,000 പ്രിഫറൻസ് ഷെയർസ് 110 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? ദ കമ്പനി ഹാഡ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 1,00,000 രൂപയുണ്ട്, ജനറൽ റിസർവിൽ 1,20,000 ഉണ്ട്. അതായത് ഇവിടെ ഒരു എമൗണ്ടും കൂടെ അഡീഷണൽ വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം, എവിടെ നിന്നൊക്കെ എത്രയൊക്കെ രൂപ എടുക്കേണ്ടത് നമുക്കറിയണമല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോമിനൽ വാല്യൂ റിക്വയർഡ് ഫോർ ബൈബാക്ക്. ബൈബാക്കിന് വേണ്ട നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 40,000 × 10, 4 ലക്ഷം. 4 ലക്ഷം രൂപയാണ് നോമിനൽ വാല്യൂ ആയിട്ട് നമുക്ക് വേണ്ടത്. പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ
പുതിയ ഷെയർ അതായത് എത്ര രൂപയാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് 2000 പ്രിഫറൻസ് ഷെയർസ് ആണ് അവരവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 110 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം ഉൾപ്പെടെയാണ് നമ്മൾ നോക്കേണ്ട 100 രൂപയാണ്. അപ്പോൾ 2000 × 100 2 ലക്ഷം. അപ്പോൾ ബാക്കി വരുന്ന 2 ലക്ഷമാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്നും ജനറൽ റിസർവ് എന്നുമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പ്രീമിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിലാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പറഞ്ഞു 2000 പ്രിഫറൻസ് ഷെയർസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് 110 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. 110 രൂപയ്ക്ക്. അങ്ങനെയാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത് 2000 പ്രിഫറൻസ് ഷെയർസ് 110 രൂപയ്ക്ക്. എമൗണ്ട് ക്രെഡിറ്റ് ആവും 2,20,000. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ നോമിനൽ വാല്യൂ, അതായത് 2000 × 100 2 ലക്ഷം. ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുമ്പോൾ 2000 × 10 20,000. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബൈ ബാക്ക് ചെയ്യാണ്. ബൈ ബാക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, എങ്ങനെയാണ്, ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ബൈ ബാക്ക് ചെയ്യുന്നത്. 40,000 ഷെയർസ്. അപ്പോൾ 40,000 ഷെയർസ് 9 രൂപയ്ക്ക് ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. അപ്പോൾ 40,000 × 9. സോ 40,000 × 9 3,60,000. ഓക്കെ, 40,000 × 9 3,60,000 ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത്. ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 40,000 × 9 3,16,000. A separate bank account open to the purpose of buyback. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് അവർക്ക് കൊടുക്കുകയാണ്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഇതൊക്കെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ എങ്ങനെയാണ് വന്നതെന്നൊക്കെ. 3,60,000. അതായത് ഇക്വിറ്റി ഷെയർസ് ബൈബാക്കിന് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യാണ്, എമൗണ്ട് കുറയുകയാണ്. ഓക്കെ, അതാണ് 3,60,000 അവിടെ ഇല്ലാണ്ടായി. ഓക്കെ, ഇനി നമുക്ക് അവിടെ എന്ത് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ്, അതായത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിലല്ല, ഡിസ്കൗണ്ടിലാകുമ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്നാട്ടോ പറയുക. മറ്റേതാകുമ്പോൾ പ്രീമിയം പേബിൾ ഓൺ ബൈ ബാക്ക് എന്ന്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതായത് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ നോമിനൽ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 40,000 × 100 വരും. ഓക്കെ, 4 ലക്ഷം. ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക്, അപ്പോൾ അതെങ്ങനെ വരുന്നത്, 40,000 × 9. ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ 40,000 × 1, അതായത് സോറി ക്വസ്റ്റ്യൻ മാറിപ്പോയി. അതായത് 40,000 ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, 100 രൂപയല്ല. സോറി അത് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് ആലോചിച്ച് പോയി. ഓക്കെ, ഇത് നമുക്കൊന്നുകൂടെ പറയാം. അതായത് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോമിനൽ വാല്യൂ എഴുതണം. അതായത് 40,000 ഷെയർസാണ് അവരെന്ത് ചെയ്യുന്നത്, ബൈ ബാക്ക് ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ 4 ലക്ഷം. 40,000 × 10 4 ലക്ഷം കിട്ടും. ബൈ ബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ബാക്ക് ചെയ്യുന്നത് 9 രൂപയ്ക്കല്ലേ. 40,000 × ഇത് നോമിനൽ വാല്യൂ ആണ്. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന നോമിനൽ വാല്യൂ ആണ്. അതായത് 40,000 × 10, അപ്പോൾ 4 ലക്ഷം കിട്ടണം. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. അതായത് 40,000 × 9 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ബൈ ബാക്ക് ചെയ്യുന്നത്. 1 രൂപ ലോസ് ആണ് വരുന്നത് കമ്പനിക്ക്. ക്യാപിറ്റൽ ലോസ് അല്ല, പ്രോഫിറ്റ്. ലോസ് വരുന്നതായിരിക്കാം ആ ഹോൾഡർക്കാണ് ലോസ് വരുന്നത്. അതായത് എൻ്റെ കമ്പനി ആണെങ്കിൽ എനിക്ക് അവിടെ പ്രോഫിറ്റും ഈ ഷെയർസ് വാങ്ങിച്ച അവരുണ്ടല്ലോ പബ്ലിക്കിന് അവിടെ ലോസാണ് വരുന്നത്. ഓക്കെ, ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ പ്രോഫിറ്റാണ്. അപ്പോൾ 40,000 × 1 എങ്ങനെയാണ് വന്നത്, 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്, 9 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചത്, ബാക്കി 1 രൂപ ഉണ്ടല്ലോ, അതാണ് ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ 40,000 × 1 40,000, അപ്പോൾ 4 ലക്ഷം കിട്ടി. ഓക്കെ, ക്യാൻസലേഷൻ ഓഫ് ബൈ ബാക്ക്. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതെന്താ സംഭവം വെച്ചാൽ
നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. എത്ര രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 ലക്ഷം ആണ് നമുക്ക് വേണ്ടത്. 4 ലക്ഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. 40,000 × 10, 4 ലക്ഷം നമുക്ക് വേണം. അപ്പോൾ 4 ലക്ഷം നമുക്ക് വേണം എന്തിനു വേണ്ടിയിട്ട്, ബൈബാക്കിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ 2000 ഷെയർസ് ഇഷ്യൂ ചെയ്ത് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് നമുക്ക് 2 ലക്ഷം മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി 2 ലക്ഷം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ ഫ്രീ റിസർവ് നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ ആ 2 ലക്ഷം നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഫ്രീ റിസർവ് നിന്ന് എടുക്കുന്നത്, ആ എമൗണ്ട് ആയിരിക്കണം നമ്മൾ CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് 2 ലക്ഷം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 1 ലക്ഷവും ജനറൽ റിസർവിൽ 1,20,000 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 1,20,000, ജനറൽ റിസർവിന് 80,000 എടുത്തു. ടു CRR അക്കൗണ്ടിൽ 2 ലക്ഷം. എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ ഇത്ര തന്നെ വരുന്നുള്ളൂ. സോറി, ഇതിൽ ഇനി വേറൊരു കേസും കൂടെ ഉണ്ട്. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നത്, അതും ഇതുപോലെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും വരാനില്ല. ഓക്കെ, ഇതേ സംഭവങ്ങൾ തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് എടുത്ത് തീർത്തിട്ടുണ്ട്. കാരണം ഇതിലങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ ജേണൽ എൻട്രി കൃത്യമായിട്ട് എല്ലതും ആ കഥ പോലെ തന്നെ പഠിക്കുക. എന്നാൽ തന്നെ ഇത് ഈസിയാണ്. ഓക്കെ, അല്ലാണ്ട് ഇതിൽ അഡീഷണലായിട്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, എനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ നോട്ട്സ് എല്ലതും ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.